പ്രിയമുള്ളവരെ, 21 ഡേ ചലഞ്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതിനകം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്ക് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ചലഞ്ചിനു വേണ്ടി 21 ദിവസങ്ങൾ തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണങ്ങളെയാണ്. ഡോക്ടർ മാക്സ്വെൽ മാൾസ് എന്ന പ്രസിദ്ധനായ ഒരു പ്ലാസ്റ്റിക് സർജൻ തന്റെ സർജറികൾക്ക് വിധേയമായ ആൾക്കാരിൽ നടത്തിയ ഒരു പഠനം തെളിയിച്ചത് കോസ്മെറ്റിക് സർജറികൾക്ക് ശേഷം കുറഞ്ഞത് 21 ദിവസങ്ങൾ കൊണ്ടാണ് സർജറിക്ക് വിധേയമായ ഒരാൾ തങ്ങളുടെ പുതിയ അവയവങ്ങളെ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളെ വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് എന്നാണ്. ഡോക്ടർ മാക്സ്വെൽ തന്റെ കണ്ടെത്തലുകൾ 1960കളിൽ സാമാന്യവൽക്കരിച്ച് സൈക്കോ സൈബർനെറ്റിക്സ് എന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ഒരാൾക്ക് കുറഞ്ഞത് 21 ദിവസങ്ങളിലെ പ്രയത്നം കൊണ്ട് സ്വഭാവത്തിൽ ഗണ്യമായ മാറ്റം വരുത്താനാകും. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ ദുർവ്യാഖ്യാനിച്ച് പിന്നീട് മറ്റുള്ളവർ 21 ദിവസങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്ക് തന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താനാകുമെന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ 1960കളിൽ മാക്സ്വെൽ പറഞ്ഞത് കുറഞ്ഞത് തുടർച്ചയായ 21 ദിവസങ്ങൾ എന്നാണ്. അതായത് 21 അതിൽ കൂടുതലോ ആവാം എന്നർത്ഥം. കാലങ്ങൾക്കിപ്പുറം പുതിയ തലമുറയിലെ ശാസ്ത്ര ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ തികച്ചും വ്യത്യസ്തമാണ്. യൂറോപ്പിലെ ചില യുവശാസ്ത്രജ്ഞന്മാർ 100 ആൾക്കാരിൽ 12 ആഴ്ചകൾ കൊണ്ട് നടത്തിയ ഒരു പഠനത്തിലെ പുതിയ കണക്കുകൾ പ്രകാരം ഒരാൾക്ക് ആവർത്തനങ്ങളിലൂടെ തങ്ങളുടെ സ്വഭാവം മാറ്റാനാവുമെന്നും അതിനായി 18 മുതൽ 254 ദിവസങ്ങൾ വരെ എടുത്തേക്കാമെന്നും പറയുന്നു. അതായത് ശരാശരി 66 ദിവസങ്ങൾ എടുത്തേക്കുമെന്ന് പുതിയ കണ്ടെത്തലുകൾ. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ 21 ഡേ ചലഞ്ച് നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? പറയാം. നിങ്ങൾ ദിവസവും രാവിലെ 7 മണിക്ക് ഉണരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം എന്ന് കരുതുക. അടുത്ത ദിവസം തന്നെ 4 മണിക്ക് അലാറം വെച്ചാൽ നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ 4 മണിക്ക് വെക്കുന്നതിന് പകരം അടുത്ത ദിവസം 6 മണിക്ക് അലാറം വെക്കുകയും അതിനടുത്ത ദിവസം 5 മണിക്ക് വെക്കുകയും പിന്നീട് അത് 4 മണിക്കാക്കുകയും ചെയ്താൽ പടിപടിയായി വെളുപ്പിന് ഉണരാനുള്ള ഒരു ശീലം നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടാൻ കഴിയില്ലേ? നമുക്ക് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ സ്വായത്തമാക്കാൻ, നേടിയെടുക്കാൻ, അതിലേക്ക് എത്താൻ ഒരു ട്രിഗർ അഥവാ ഒരു പ്രേരണാശക്തി ആവശ്യമാണ്. വലിയ കാര്യങ്ങൾക്കായി ഒരു ചെറിയ തുടക്കം എന്നർത്ഥം. 66 ദിനങ്ങൾ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുക 21 ദിവസങ്ങളുടെ 3 ഭാഗങ്ങൾ എന്ന് ചിന്തിക്കുന്നതാകും അല്ലെ? ആദ്യം 21 ദിവസങ്ങളിൽ തുടങ്ങി പിന്നീട് താല്പര്യമുണ്ടെങ്കിൽ 2ാം ഭാഗത്തിലേക്കും 3ാം ഭാഗത്തിലേക്കും ഒക്കെ കടക്കാവുന്നതാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും എടുക്കാവുന്ന ദിനങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നതിൽ സംശയമില്ലല്ലോ. മാക്സ്വെൽ പറഞ്ഞത് കുറഞ്ഞത് 21 ദിവസങ്ങൾ എന്നാണ്. അതുകൊണ്ട് 21 ദിവസങ്ങൾ മനസ്സിൽ കണ്ട് നമുക്ക് ആദ്യഘട്ടം പൂർത്തിയാക്കാം. പിന്നീട് ആ 21 ദിവസങ്ങൾ തരുന്ന പ്രചോദനം ഉൾക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് ഇത് തുടരാവുന്നതാണ്. നമുക്ക് ഏതൊരു ലക്ഷ്യങ്ങളും നേടുന്നതിന് മുന്നോടിയായി വേണ്ടത് 2 കാര്യങ്ങളിലുള്ള വ്യക്തതയാണ്. 1, ലക്ഷ്യം എന്തെന്ന് വ്യക്തമായിരിക്കണം. 2, എന്നാണ് അത് നേടിയെടുക്കേണ്ടത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എത്ര കാലത്തെ പ്രയത്നം വേണ്ടിവരുമെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ പലരും തുടങ്ങാൻ തന്നെ മടിക്കും അല്ലെ? അതുപോലെ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട സമയവും വലുതാണെങ്കിൽ പിന്നെ വീണ്ടും മടിക്കും. അപ്പോൾ പിന്നെ മടിയകറ്റാൻ ഒരു മാർഗമേ ഉള്ളൂ. ആ വലിയ ലക്ഷ്യത്തെ വിഭജിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കുക. ആ നീണ്ട കാലാവധിയെ ചെറിയ ചെറിയ ടൈം സ്ലോട്ടുകളാക്കുക. അത് തന്നെയാണ് നാം ഇവിടെയും ചെയ്യുന്നത്. നാം നമ്മുടെ ചലഞ്ച് 21 ദിവസങ്ങളായി നിജപ്പെടുത്തി 21 ഡേ ചലഞ്ച് ആക്കി. ആർക്കും തുടങ്ങാൻ കഴിയുന്ന ഒരു ചലഞ്ച്. എന്നിട്ടും 21 ദിവസങ്ങൾ പോലും നീണ്ടതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലും ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് പറയാൻ
ഇത്രമാത്രം: സ്ഥായിയായ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവുന്നതല്ല. താജ്മഹലും കുത്തബ് മിനാറും ബുർജ് ഖലീഫയും ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ധാരാളം പ്രയത്നം ആവശ്യമാണ്. അതിനായി സമയം ചിലവാക്കണം. അതിന് നാം തയ്യാറാവണം. 21 ഡേ ചലഞ്ചിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ എന്താണ് വേർഡ് ബോർഡ് ക്യാമ്പയിൻ എന്ന് വിശദീകരിച്ചു തരാം. വീണ്ടും കാണും വരേക്കും വിട. നന്ദി.